ആയിരക്കണക്കിന് രൂപ വില വരുന്ന ഓസ്ട്രേലിയൻ ഇനത്തിൽപ്പെട്ട വളർത്തുതത്തയുടെ കാലിൽ കുടുങ്ങിയ സ്റ്റീൽ വളയം അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ ചേർന്ന് അതിവിദഗ്ധമായി മുറിച്ചുമാറ്റി. തിരുവല്ല കുറ്റിപ്പുഴ ബഫേൽപ്പടി IPC ചർച്ചിലെ പാസ്റ്ററായ ആൽബിൻ ടി റിജോ വളർത്തുന്ന കോക്കറ്റെയിൽ എന്ന ഇനത്തിൽ വരുന്ന 3.5 വയസ്സ് മാത്രം പ്രായമുള്ള പക്ഷിയുടെ വലതുകാലിൽ കുടുങ്ങിയ സ്റ്റീൽ വളയമാണ് കാലുകൾക്ക് പരിക്കുകളൊന്നും തന്നെ സംഭവിക്കാതെ മുറിച്ചു നീക്കിയത്. ജനിച്ച് 1 മാസം പിന്നിട്ടപ്പോൾ മല്ലപ്പള്ളിയിലെ പക്ഷി വിൽപ്പന കേന്ദ്രത്തിൽ നിന്നുമാണ് ആൽബിൻ തത്തയെ വാങ്ങിയത്. വാങ്ങിയ സമയത്ത് കാലിലുണ്ടായിരുന്ന സ്റ്റീൽ വളയം തത്തയ്ക്ക് പ്രായമായതോടെ ഊരിയെടുക്കാൻ കഴിയാതായി. വളയം കാലിൽ മുറുകിയതിനെ തുടർന്ന് തത്തയുടെ കാലിൽ നീര് വന്നു വീർത്തു. ആൽബിനും സുഹൃത്തുക്കളും ചേർന്ന് വളയം നീക്കം ചെയ്യാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. ഇതോടെ അഗ്നിശമന സേനയുടെ സഹായം തേടുകയായിരുന്നു. ശനിയാഴ്ച ഉച്ചയോടെ തത്തയെ കൂട്ടിലാക്കി തിരുവല്ലയിലെ അഗ്നിശമന സേന സ്റ്റേഷനിലെത്തിച്ചു. തുടർന്ന് സ്റ്റേഷൻ ഓഫീസർ ശംഭു നമ്പൂതിരി, സീനിയർ ഫയർ ഓഫീസർമാരായ KK ശ്രീനിവാസൻ, SR സതീഷ് കുമാർ, ഫയർ ഓഫീസർമാരായ S മുകേഷ്, C ശ്രീദാസ്, KV വിഷ്ണു എന്നിവർ അടങ്ങുന്ന സംഘം ചെറിയ കട്ടർ ഉപയോഗിച്ച് കാലിനൊരു പോറൽ പോലും ഏൽക്കാതെ വളയം മുറിച്ചു നിൽക്കുകയായിരുന്നു. തത്തയെ മഞ്ഞാടിയിലെ സ്വകാര്യ വെറ്റിനറി ആശുപത്രിയിലെത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയതായി ആൽബിൻ പറഞ്ഞു.